ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഒരു ഫിഷ് കറീൻ്റെ റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ, ഒരു സ്പെഷ്യൽ കറിയാണിത്. ഞാനിവിടെ നെയ്മീൻ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ വിരുന്നുകാരിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി നെയ്മീൻ കറിയാണിത്. വിരുന്നുകാർ വന്ന് പോകുമ്പോഴും അവർ റെസിപ്പി ചോദിക്കാനും മറക്കൂല, അത്ര ടേസ്റ്റുമാണ്. അപ്പം നമ്മുടെ നെയ്മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ നെയ്മീനിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ, ചെറുതാക്കി ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ ഫ്രഷ് ആയിരിക്കാൻ ശ്രമിക്കുക. ഫ്രഷ് മീൻ വെച്ചിട്ട് നമുക്ക് കറി വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടണത്. അപ്പം നമുക്ക് നമ്മുടെ കറി വെക്കാൻ തുടങ്ങാം. നമ്മളിവിടെ മീൻ കറി വെക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൺചട്ടിയിൽ എപ്പോഴും മീൻ കറി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. മൺചട്ടിയിൽ ഉണ്ടാക്കിയാലേ നമ്മുടെ മീൻ കറിക്ക് സ്വാദ് കൂടുള്ളൂ. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണ്ടേ. അതൊന്ന് പൊട്ടി വരട്ടെ. ഇതിനകത്തേക്ക് ഞാനൊരു 10 ചുള നമ്മുടെ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതുണ്ട്, അതിട്ട് കൊടുക്കണം. ഒരു 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ വഴന്ന് വരട്ടെ. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് അതിനകത്തേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കട്ട് ചെയ്തത്, ഇത് ഇടത്തരം തക്കാളി വേണം കേട്ടോ. അപ്പം നമുക്ക് അതിനകത്തേക്ക് ഒരു പിഞ്ച് ഇതുണ്ട്, നമ്മുടെ എത്ര 1/4 ടീസ്പൂണൊന്നും വേണ്ട, ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരും. നമുക്കൊന്ന് മൂടി വെക്കാം. ഇത് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് മൂടി വെക്കാം. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞു പോകും. ഉള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചേർക്കുന്നത് ഒരു സ്പൂണ് നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ്. ഒരു 1/2 സ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. നമ്മളിവിടെ ചേർക്കണം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഫിഷ് മസാലയാണ് എടുത്തേക്കുന്നത്. നമുക്ക് പുറത്തുനിന്ന് മേടിക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി എടുത്തതാണ്. ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടാക്കണതിൻ്റെ റെസിപ്പിയാണ് കേട്ടത്, നമ്മുടെ ഫിഷ് മസാല. അപ്പോൾ ഞാനത് ഉണ്ടാക്കി വെക്കും. അപ്പോൾ മീൻ കറിയിലൊക്കെ ഇടയ്ക്ക് ഇടാനായിട്ട് നിങ്ങൾക്ക് പുറത്തുനിന്നായാലും മേടിച്ചിട്ട് ഇടാം കേട്ടോ. അത് ഞാനൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വന്ന വരക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. നമ്മളിവിടെ ഒരു ചെറിയ മുറി തേങ്ങയാണ് എടുക്കണത്, അതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പില. ഇതൊന്ന് നമുക്ക് തീ ഓഫാക്കിയിട്ടൊന്ന് ആ ചൂടി കിടന്നിട്ട് ഈ തേങ്ങയും കൂടെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് വരാം. നമുക്ക് ആ തീ തന്നെ ആ ചൂടി കിടന്ന് തന്നെ ഈ തേങ്ങ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് അടുപ്പ് കത്തിക്കണ്ട. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചിട്ട് വരണം. നമ്മൾ ഇവിടെ തേങ്ങ നല്ലതുപോലെ അരച്ചിട്ടുണ്ട്. നമ്മൾ ആ ചട്ടി തന്നെ ഇട്ട് എടുക്കണം. അപ്പം അതിനകത്തേക്ക് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഞാനിവിടെ ഒരു 4 കഷ്ണം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണ്ടേ. അത് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചേക്കണേ കേട്ടോ. ഇതൊന്ന് നമ്മുടെ ചാറൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് മൂടി വെക്കണ്ട കേട്ടോ. മൂടി വെക്കാണ്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കയ്യിലുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇവിടെ കറിയൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ.
കറിയെല്ലാം നല്ലതുപോലെ വെട്ടി തിളക്കണ്ടേ. ഇനി നമുക്ക് ഇതൊന്ന് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന നോക്കാട്ടോ. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതലായിട്ട് ഇത് ഇളക്കരുത് കേട്ടോ. ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് നമ്മുടെ മീനൊന്ന് വേവിച്ചെടുത്താൽ മതിയേ. നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് വറ്റാം. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ കറിയൊക്കെ തിളക്കണുണ്ട്. നമ്മുടെ ചെറിയ തീയിലിട്ടാണ് വെച്ചത്, സിമ്മിലാക്കിയാണ് വെച്ചത്. നമ്മുടെ കറി എവിടം വരെ എത്തി നോക്കാം. അല്ല, കറിയൊക്കെ നല്ലതുപോലെ തിളക്കണുണ്ട്. നമ്മുടെ മീനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടേ. ഇനി നമുക്ക് നമ്മുടെ കറി ഒന്ന് താളിച്ചെടുക്കാം. കയ്യിലിട്ട് കുറേ സമയം വരെ അങ്ങനെ കുത്തി ഇളക്കാനും നിൽക്കണ്ട. നമുക്കിതൊന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ കറി ഒന്ന് താളിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. വെളിച്ചെണ്ണേൻ്റെ ഇത് നമ്മുടെ കറിയിൽ നല്ല ഇതിൽ നിൽക്കും. ഓയിൽ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് താളിക്കുന്നതാണ്. അതിനകത്തേക്ക് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കണ്ടേ. ഉലുവ ഒന്ന് പൊട്ടി വെറ്റന്നെ. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 2-3 ചെറിയ ഉള്ളി എടുത്തിട്ട് അതൊന്ന് വട്ടത്തിൽ തന്നെ അരിഞ്ഞെടുക്കണേ. അതൊന്ന് കളറൊന്ന് മാറി വരട്ടെ. നമ്മളിവിടെ കറി താളിക്കുമ്പോൾ തന്നെ വേപ്പില ഇട്ട് കൊടുക്കണില്ല കേട്ടോ. വേപ്പില നമ്മൾ കറി താളിച്ചത് ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് വേപ്പില ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴേ ആ വേപ്പിലിൻ്റെ ഫ്ലേവർ കറിയിലോട്ട് വരുള്ളേ. ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ട് നമുക്ക് ഇനി തീ ഓഫാക്കിയിട്ട് നമ്മുടെ മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. താളിച്ചത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം തന്നെ മീനിലോട്ട് നമ്മുടെ കയ്യിലിട്ട് ഇളക്കാൻ നിൽക്കരുതേ. അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ നെയ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. ഈ കറി മാത്രം മതി നമുക്ക് ചോറുന്നാനായിട്ട്. വേറൊരു സൈഡ് ഡിഷ് ഒന്നും വേണ്ട. അത്ര ടേസ്റ്റാണ്, പൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.